അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ എന്താണ്? സെഡ് ഈക്വൽ ടു 0 ഈസ് ദ ഓൺലി സിംഗുലർ പോയിൻറ്റ്, അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു 0 ഈസ് ദ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ ലോറൻസ് സീരീസ് എക്സ്പാൻഷന് വേണ്ടിയിട്ടൊരു പോയിൻ്റ് ഉണ്ടാവുമല്ലോ, എബൌട്ട് സെഡ് ഈക്വൽ ടു സെഡ് നോട്ട്, അല്ലെങ്കിൽ സെഡ് ഈക്വൽ ടു 1, സെഡ് ഈക്വൽ ടു 2, അല്ലെങ്കിൽ മോഡ് സെറ്റ് മൈനസ് 2 ലെസ് ദാൻ 1. നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ട ഒരു സെൻറ്റർ ഉണ്ടാവാറുണ്ട് അല്ലേ. ആ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റ് എടുക്കൽ നമ്മൾ. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ബേസിലുള്ള ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ആക്കിയിട്ട് ഇതിനെ കാണിക്കുക എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നിലവിൽ എഫ് ഓഫ് സെഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. എഫ് ഓഫ് സെഡ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്താണ്? ഇറ്റ് ഈസ് സൈൻ സെഡ് ബൈ സെഡ് റൈസ് ടു 4. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 അഥവാ സെഡിൻ്റെ ടേമിലുള്ള ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷനോടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ 1 + z 1 - z റൈസ് ടു -1 എന്നുള്ള ഫോർമുല ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം സൈനാണ് ഇവിടെ ഉള്ളത്. സൈനിന് നമ്മൾ ഓൾറെഡി മക്ലോറിൻ സീരീസ് വഴി ഒരു എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൈനിൻ്റെ ഫോർമുല ഓർമ്മ ഉണ്ടോ? z മൈനസ് z³ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതാണ് സൈൻ z അല്ലേ, ഡിവൈഡഡ് ബൈ z റൈസ് ടു 4. അപ്പോൾ സെഡിൻ്റെ ടേമിലുള്ള ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് ഇതിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ എന്താ സംഭവിക്കുക? z റൈസ് ടു 4 കൊണ്ട് ഓരോ ടേമിനും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? സെഡും z റൈസ് ടു 4 കൂടെ വെട്ടിക്കളയാം, ശരിയല്ലേ? അപ്പോൾ താഴത്ത് z³ മൈനസ് z റൈസ് ടു 4ഉം z³ കൂടെ വെട്ടിക്കഴിഞ്ഞാൽ ക്യൂബും രണ്ട് വശത്തും വെട്ടിപ്പോകും. ബാക്കി ആരുണ്ടാവും? താഴെ സെഡ് ഉണ്ടാവും. ലൈക്ക് 1/z കൂടെ 3 ഫാക്ടോറിയൽ പ്ലസ് z റൈസ് ടു 4ഉം വെട്ടിക്കളഞ്ഞാൽ മുകളിൽ സെഡ് ബാക്കി ഉണ്ടാവും അല്ലേ, ബൈ 5 ഫാക്ടോറിയൽ മൈനസ് z റൈസ് ടു 4ഉം വെട്ടിക്കളഞ്ഞാൽ ബാക്കി z³ ഉണ്ടാവും മുകളിൽ, ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് 1/z³ മൈനസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1/z പ്ലസ് z ബൈ 5 ഫാക്ടോറിയൽ മൈനസ് z³ ബൈ 7 ഫാക്ടോറിയൽ. ഇതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അല്ലേ. ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ നമുക്കറിയാം. ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ പ്രത്യേകത എന്താണ്? പ്രിൻസിപ്പൽ പാർട്ടും ഉണ്ടാവും, അനാലിറ്റിക് പാർട്ടും ഉണ്ടാവും. ഏതാണ് പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈ z³ ബൈ z², താഴെ z ടേംസ് വരുന്നതാണ് പ്രിൻസിപ്പൽ പാർട്ട്, മുകളിൽ z ടേം വരുന്നതാണ് z², z³ ഒക്കെ വരുന്നതാണ് അനാലിറ്റിക് പാർട്ട്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ പാർട്ടുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പോൾ ഡിഫൈൻ ചെയ്യുക. അതായത് ഈ കേസിൽ അനാലിറ്റിക് പാർട്ട് ഇൻഫിനിറ്റ് ആയിട്ട് പോകുന്നുണ്ട് അല്ലേ. പക്ഷേ പ്രിൻസിപ്പൽ പാർട്ട് ഇൻഫിനിറ്റ് ആണോ? അല്ല. കാരണം പ്രിൻസിപ്പൽ പാർട്ടിൽ ആകെ 2 ടേം കാണാൻ സാധിക്കുന്നുള്ളൂ. ഒന്ന് 1/z³ മൈനസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 1/z. ഇവിടെ മാത്രമേ പ്രിൻസിപ്പൽ പാർട്ട് വരുന്നുള്ളൂ. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് ഇവിടെ ഫൈനൈറ്റ് ആണ്, അനാലിറ്റിക് പാർട്ടാണ് ഇൻഫിനിറ്റ് ആകും പോകുന്നത്. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്തെ പ്രിൻസിപ്പൽ പാർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയാം. അത് പോളാകുന്നുണ്ടോ, റിമൂവബിൾ ആയിട്ട് വരുമോ, അല്ലെങ്കിൽ എസെൻഷ്യൽ ആയിട്ട് വരുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ കേസിൽ പ്രിൻസിപ്പൽ പാർട്ട് എന്താണ്? ഫൈനൈറ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് അല്ലേ. അപ്പോൾ ഈ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് വരണമെന്നുണ്ടെങ്കിലാണ് ഇവിടെ നമ്മൾ പോള് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ z=0 എന്ന് പറയുന്ന ഈ കേസിലെ സിംഗുലാർ പോയിൻറ്റിനെ, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റിനെ പോൾ എന്നാണ് വിളിക്കുക. ഇനി ആ പോളിനൊരു ഓർഡർ വരും. എന്താണ് അതിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന, അതായത് ചെന്നെത്തിക്കുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്തെ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് വരുന്ന ടേംസ് b1 ബൈ ജനറലായിട്ടാട്ടോ z - z0 പ്ലസ് b2 ബൈ z - z0 ഹോൾ സ്ക്വയർ പ്ലസ് b3 ബൈ z - z0 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് bm എന്നുള്ളൊരു നമ്പർ, b7 b9 b10 എന്ന് പറഞ്ഞ മാതിരി ഒരു എൻഡിങ് നമ്പർ ബൈ z - z0 ഹോൾ റൈസ് ടു m ആണെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും z=z0 എന്ന് പറയുന്ന ഈ പോയിൻ്റ്, ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റിന് ഒരു പോൾ ഉണ്ട് ഓഫ് ഓർഡർ m. അപ്പോൾ z0 ഈസ് എ പോൾ ഓഫ് ഓർഡർ m. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിന്
പോൾ ഓഫ് ഓർഡർ എം ഉണ്ട് എന്ന് പറയാം. അതിൻ്റെ പ്രിൻസിപ്പൽ പാർട്ടിനകത്ത് നമ്മൾ പറഞ്ഞ് പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് എൻഡിങ് വരണം ഇങ്ങനെ നോക്കാം. അപ്പോൾ ഈ കേസിൽ എൻഡിങ് ഏതാണ്? ഇതാണ് എൻഡിങ് അതിൻ്റെ ബി എം ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എം. ഫോർ എക്സാമ്പിൾ ബി 7 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു 7, ബി 9 ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു 9. അപ്പോൾ ഈ പവർ എൻഡ് ചെയ്യുന്ന എവിടെ നോക്കിയാൽ മതി. അതായിരിക്കും ആ സെഡ് നോട്ട് എന്ന് പറയുന്ന സിംഗുലാർ പോയിൻറ്റിൻ്റെ ഓർഡർ, പോളിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഇവിടുത്തെ നിലവിലെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് അല്ലേ. ഇതാണ് പ്രിൻസിപ്പൽ പാർട്ട്, കറക്റ്റ് അല്ലേ. ഈ പ്രിൻസിപ്പൽ പാർട്ടിൽ എൻഡിങ് ആയിട്ട് വരുന്നത് ഏതാണ്? സെഡ് ക്യൂബാണ്. അപ്പോൾ ആ സ്ട്രക്ചർ അനുസരിച്ച് B1 ബൈ ആദ്യം പവർ താഴെ 1 വരുന്നത്, നമ്മൾ നെഗറ്റീവ് പവർ എന്നാണ് പറയാം കേട്ടോ, -1 എന്നാണ് പറയാം. അപ്പോൾ താഴെ Z മൈനസ് സെഡ് നോട്ട്, അടുത്തത് Z മൈനസ് സെഡ് നോട്ട് ഹോൾ സ്ക്വയർ, പിന്നെ Z മൈനസ് സെഡ് നോട്ട് ക്യൂബ്. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ആ ടേം ഏതെങ്കിലുമൊക്കെ മിസ്സിങ് ഉണ്ടാവും, അത് ആ കോയിഫിഷ്യൻറ്റ് 0 ആവുന്നതുകൊണ്ടാണത്. നമ്മളത് നോക്കണ്ട, ആ എൻഡിങ് ടേമിൽ വരുന്ന ആ ടേമിൻ്റെ പവർ എത്ര നോക്കിയാൽ മതി. ഇവിടെ ഏതാണ്? Z ക്യൂബാണ്. അപ്പോൾ നമുക്ക് പറയാം Z ഈക്വൽ ടു 0 ഈസ് എ പോൾ ഓഫ് ഓർഡർ 3. അതാണ് നമ്മൾ എക്സാമ്പിൾ അനുസരിച്ച്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ അനുസരിച്ച് സൈൻ സെഡ് ബൈ സെഡ് റേസ് ടു 4 എന്താണുള്ളത്? സെഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു പോളുണ്ട്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഉണ്ട്, അത് പോളാണ്, അതിൻ്റെ ഓർഡർ 3 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പോളിൻ്റെത് മനസ്സിലായല്ലോ. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ പ്രിൻസിപ്പൽ പാർട്ടിന് ഫൈനൈറ്റ്ലി മെനി ടേംസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പറയുന്ന രൂപത്തിലാണ് നമുക്ക് കാണപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പോള് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതനുസരിച്ച് പോൾ ഓഫ് ഓർഡർ എം ആണെന്നാണ് പറയാം. ഇനി അഥവാ 1 ബൈ, ഇപ്പോൾ ഈ കേസിൽ 1 ബൈ സെഡ് റേസ് ടു 5 വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പോൾ ഓഫ് ഓർഡർ 5 എന്നാണ് പറയാം. ഓക്കെ, ഇതാണ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് എസെൻഷ്യൽ സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്, എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്. അപ്പോൾ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്, എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്, അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണ് എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്? ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സിംഗുലാർ പോയിൻറ്റിലൂടെ നമ്മൾ അതിനെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് എത്തിക്കും. ആ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്തെ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ കൗണ്ട് നോക്കിയിട്ടാണ്, അല്ലേ, എണ്ണം നോക്കിയിട്ടാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ടിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ 5 നമ്പർ ഓഫ് ടേം അല്ലെങ്കിൽ Z മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു 7 വരെ പോവുക. അതാണ് ഈ പോളിൻ്റെ എന്താ പറയുക, പോളിൻ്റെ ഇൻഡിക്കേഷനായിട്ട് വരുന്നത്. അപ്പോൾ അത് പോളാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതേസമയം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പാൻഷൻ്റെ അകത്ത് ഈ പ്രിൻസിപ്പൽ പാർട്ടി ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നതായിരിക്കാം. ഇപ്പോൾ എല്ലാ കേസിലും ഇങ്ങനെ ഫൈനൈറ്റ് ആയിക്കൊള്ളണമെന്നില്ല അല്ലേ, ചില കേസിൽ ഉണ്ടാവണം എന്നില്ല, ചിലപ്പോൾ ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതിങ്ങനെ എൻഡിങ് ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്. അപ്പോൾ ഒക്കെ നമ്മൾ ഈ പ്രിൻസിപ്പൽ പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഡെഫിനിഷനൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു 1 ബൈ സെഡ്. ഓക്കെ അല്ലേ. ഇ റൈസ് ടു സെഡ് എടുക്കാൻ പറ്റില്ല, കാരണം ഇ റൈസ് ടു സെഡ് അനാലിറ്റിക് ആണ്, അതിന് സിംഗുലാർ പോയിൻ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇ റൈസ് ടു 1 ബൈ സെഡ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ്? എപ്പോഴും ബൈ സെഡ് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പ്രത്യേകത എന്താണ്? സെഡ് 0 ആവാൻ പാടില്ല അല്ലേ. 1 ബൈ സെഡ് അനാലിറ്റിക് ആണ്, പക്ഷേ സെഡ് 0 ആയി കഴിഞ്ഞാൽ എന്താവും? നോട്ട് ഡിഫൈൻഡ് ആവും. നോട്ട് ഡിഫൈൻഡ് മീൻസ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്ന് വരും. ഇ റൈസ് ടു ഇൻഫിനിറ്റി എന്തല്ല? ഡിഫൈൻഡ് അല്ല, അതുവഴി അനാലിറ്റിക് ആവില്ല. അപ്പോൾ ഈ കേസിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്? സെഡ് ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ സിംഗുലാർ പോയിൻ്റ്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്. കാരണം ഒറ്റ പോയിൻറ്റിലേ പ്രശ്നമുള്ളൂ, അതാണ് നമ്മൾ ഐസൊലേറ്റഡ് എന്ന് വിളിക്കാൻ കാരണം. ഒറ്റപ്പെട്ട് നിൽക്കണം, ആ ഒറ്റ പോയിൻറ്റിൽ മാത്രമേ ഇത് അനാലിറ്റിക് ആവാതെ വരുന്നുള്ളൂ. മാത്രമല്ല ഈ പോയിൻറ്റിന് ആരാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്? ഇത് പോളാണോ, എസെൻഷ്യലാണോ, റിമൂവബിൾ ആണോ, നമുക്ക് നേരത്തെ നോക്കണ്ടേ അല്ലേ. അപ്പോൾ സെഡ് ഈക്വൽ ടു 0 ആണ് ഇവിടുത്തെ സിംഗുലാർ പോയിൻ്റ്, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഓർ സിംഗുലാർ പോയിൻ്റ്. ഇനി ഇത് എന്താണ് കാറ്റഗറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു 1 ബൈ സെഡ് ആണ് നമ്മളിവിടുത്തെ ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിന് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ വഴിയേ നമുക്കിത് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു നേരത്തെ അല്ലേ. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ റൈസ് ടു സെഡ് അറിയാമല്ലോ. വാട്ട് ഈസ് ഇ റൈസ് ടു സെഡ്? 1 പ്ലസ് സെഡ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ്
സെഡ് ക്യൂബ്, സെഡിൻ്റെ സ്ഥാനത്ത് 1/z ആണ് അല്ലേ, പ്ലസ് എറ്റ്സെട്ര. ഇതാണ് സംഗതി. ദാറ്റ് ഈക്വൽസ് 1 പ്ലസ് 1/z ഇൻറ്റു 1/1 ഫാക്ടോറിയൽ പ്ലസ് 1/z² ഇൻറ്റു 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/z ക്യൂബ് ഇൻറ്റു ഇങ്ങനെ എഴുതി കൊടുത്തതിനെ അല്ലേ. ഈ സെഡ് ക്യൂബും z² ഒക്കെ താഴോട്ടാണ് വരിക, ഡിനോമിനേറ്ററായിട്ടാണ് വരിക, ഇതിൻ്റെ കൂടെ വരും അല്ലേ, ഈ കോൺസ്റ്റൻ്റെ കൂടെ വരും. ഇതിപ്പോൾ ഒരു ലോറൻസ് സീരീസ് എക്സ്പാൻഷനാണ് അല്ലേ. ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം പ്രിൻസിപ്പൽ പാർട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. മാത്രമല്ല പ്രിൻസിപ്പൽ പാർട്ട് ഇവിടെ എൻഡിങ്ലെസ് ആയിട്ട്, അതായത് അറ്റമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് നിന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ കിട്ടിയ സിംഗുലാർ പോയിൻ്റ് എന്താണ്, ഇറ്റ്സ് ആൻ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ്. അപ്പോൾ ഇതാണ് എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ കിട്ടിയത് നമുക്ക് z=0 പോൾ ഓഫ് ഓർഡർ 3 ആയിരുന്നു അല്ലേ, കാരണം അതൊരു പോളാണ്. കാരണം പോളെന്ന് പറയാൻ കാരണം എന്താ, ഇതിൻ്റെ അകത്ത് നമ്മളെ പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ്ലി മെനി ടേംസ്, അതായത് ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് വരിക അല്ലെ മതി. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് കാണപ്പെടുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതാ 1, 2, അപ്പോൾ 1, 2 എന്ന് പറയുമ്പോൾ ശരിക്കും 3 ടേം ഉണ്ട് അവിടെ. സെക്കൻഡ് z ടേം, z², താഴെ z² ടേം, താഴെ z³ ടേം. അപ്പോൾ z² ടേം നമ്മളവിടെ കാണാതിരിക്കാൻ കാരണം 0 × 1/z² ആയതുകൊണ്ടാണത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ടേംസിൽ ഓർഡറായിട്ട് നമ്മളെടുത്ത് 3 ടേം ആയതുകൊണ്ട് 3 നമ്പർ ഓഫ് ടേം ഉള്ളതുകൊണ്ട് നമ്മളെന്ത് പറഞ്ഞു, z=0 എന്ന് പറഞ്ഞത് പോൾ ഓഫ് ഓർഡർ 3 എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ. ഈ രണ്ടാമത്തെ കേസിലോ ഇവിടെ നമുക്ക് ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്തപ്പോൾ കാണാൻ പറ്റിയെന്താണ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സ് ആണ്. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ ഈ കേസിൽ എന്ത് പറയും, ഇങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയും. സോ z=0 ഈസ് ആൻ എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് ഓർ എസെൻഷ്യൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്. ഓക്കെ അല്ലേ. ഇതാണ് രണ്ടാമത്തെ കേസ്. ഇനി നമ്മളെ തേർഡ് കേസ്, ദാറ്റ് ഈസ് നോൺ ആസ് റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ്. റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ്. അപ്പോൾ ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ, എക്സാമിനൊക്കെ ചോദിക്കാം. ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത് f(z) sin z/z ഒരു ഫംഗ്ഷനാണ് അല്ലേ. നമുക്കറിയാം ഈ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ z അനാലിറ്റിക് ആണ്, z അനാലിറ്റിക് ആണ്. അപ്പോൾ ഇതൊരു a/b ഫോം ആയതുകൊണ്ട് റാഷണൽ ഫോം ആയതുകൊണ്ട് ഇറ്റ് ഈസ് അനാലിറ്റിക് എക്സെപ്റ്റ് വേർ ഇറ്റ്സ് ഡിനോമിനേറ്റർ ഈസ് 0. അപ്പോൾ നമ്മൾ z=0 ആണ് ഇവിടെ അനാലിറ്റിക് അല്ലാത്ത ഏക പോയിൻ്റ് അല്ലേ. സോ ഇറ്റ് ഈസ് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്. ഈ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു എക്സ്പാൻഡ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ടത് z=0 എന്ന് പറയുന്ന ബേസിലാണ്. അപ്പോൾ z=0 എന്ന് പറഞ്ഞാൽ സെഡിൻ്റെ ടേമിൽ നമ്മൾ ആ സീരീസ് കണ്ടോ, ഇപ്പോൾ കഴിഞ്ഞൊരു സെഡിൻ്റെ ടേമിൽ കണ്ടോ ആണ് z=0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ z ടേംസിൽ ആണ് എക്സ്പാൻഷൻ വരിക. z=1 ആണെങ്കിൽ z-1ൻ്റെ ടേംസിലാണ് എക്സ്പാൻഷൻ വരിക. അങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ സൈൻ z നമുക്കറിയാം, നേരത്തെ നമ്മൾ ചെയ്തതാണ്, z-z³ 3 ഫാക്ടോറിയൽ പ്ലസ് z⁵5/5 ഫാക്ടോറിയൽ മൈനസ് z⁻7/7 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര ഡിവൈഡഡ് ബൈ z. നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് കേസ് ചെയ്ത പോലെ z ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 മൈനസ് z² 3 ഫാക്ടോറിയൽ പ്ലസ് z⁴/5 ഫാക്ടോറിയൽ മൈനസ് z�6/7 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര. ഈ കേസിൽ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ, ഇതാണ് അനാലിറ്റിക് പാർട്ട് അല്ലേ. അനാലിറ്റിക് പാർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ z-z0 അല്ലെങ്കിൽ z-ൻ്റെ പോസിറ്റീവ് പവേഴ്സ് വരുന്ന ഭാഗത്തിനെ നമ്മൾ അനാലിറ്റിക് പാർട്ട് എന്ന് പറയും. നെഗറ്റീവ് പവേഴ്സ് അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ z പവേഴ്സ് വരുമ്പോഴാണ് നമ്മളതിനെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയും. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രിൻസിപ്പൽ പാർട്ട് കാണാൻ സാധിക്കുന്നില്ല അല്ലേ. നമ്മളിത് മുന്നോട്ട് പോകുന്തോറും ഈ z-ൻ്റെ പവർ ഇൻക്രീസ് ചെയ്യാമെന്നുള്ളത് z/z² വരില്ല എന്നുള്ള 100% ഉറപ്പാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എന്താ കാണുന്നത്, principal part is absent in the Lorentz series expansion. Lorentz series expansion. So we call z=0 is a removable singular point. ഇതിനാണ് നമ്മൾ റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ എന്താണ് റിമൂവബിൾ സിംഗുലാർ പോയിൻ്റ്? തന്നിരിക്കുന്ന ഫംഗ്ഷനിലെ സിംഗുലാർ പോയിൻ്റ് കണ്ടെത്തിയ ശേഷം
അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പ്രിൻസിപ്പൽ പാർട്ട് കാണില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ചുരുക്കി പറഞ്ഞാൽ ഇഫ് ദ പ്രിൻസിപ്പൽ പാർട്ട് ഈസ് ആബ്സെൻറ്റ് ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ എബൌട്ട് ദ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്, ദെൻ ദാറ്റ് സിംഗുലാർ പോയിൻറ്റ് ഈസ് എ റിമൂവബിൾ സിംഗുലാർ പോയിൻറ്റ്. അപ്പോൾ എന്താണ് എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എസെൻഷ്യൽ സിംഗുലാർ പോയിൻറ്റ് ഇഫ് ദർ ഈസ് അല്ലെങ്കിൽ ഇഫ് ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ്ലി മെനി ടേംസ്. ഓക്കെ അല്ലേ? ഇഫ് ദ പ്രിൻസിപ്പൽ പാർട്ട് കണ്ടെയ്ൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് ആൻ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റ്, ദെൻ ദാറ്റ് സിംഗുലാർ പോയിൻറ്റ് ഈസ് കോൾഡ് ആൻ എസെൻഷ്യൽ സിംഗുലാർ പോയിൻറ്റ്. അതേസമയം എന്താണ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതേ പറഞ്ഞതുപോലെ ഇഫ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ കണ്ടെയ്ൻസ് ഫൈനൈറ്റ് നമ്പർ ഓഫ് terms, if the principal part of the Lorentz series expansion, okay, of the given function contains finitely many terms about that isolated singular point, then that singular point has a pole. ഇനി അതിൻ്റെ ഓർഡർ അവിടെ ഡിക്ലെയർ. പോൾ ആണെങ്കിൽ നമ്മൾ ഏത് ഓർഡർ എന്നും കൂടെ പറയണം. ആ ഓർഡർ പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ എക്സ്പാൻഷൻ നോക്കിയിട്ടാണ്. അത് ആ എക്സ്പാൻഷൻ എൻഡ് ചെയ്യുന്നത് എവിടെ നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 2/z-1 ഹോൾ സ്ക്വയർ, z0ൻ്റെ സ്ഥാനത്ത് 1 ആണ് വിചാരിക്കുക. സ്ക്വയറിലാണ് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും പോൾ ഓഫ് ഓർഡർ 2 എന്ന് പറയും. ക്യൂബിലാണ് എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് പിന്നെ ഒരു താഴെ പിന്നെ z-1 ഓൾ റേസ്റ്റ് 3 കണ്ടാൽ പിന്നെ z-1 ഓൾ റേസ്റ്റ് 4ഉം 5 ഒന്നും ഉണ്ടാവില്ല. ഇതായിരിക്കും അതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ടൈം വരിക. അപ്പോൾ നമ്മളതിൻ്റെ പോൾ ഓഫ് ഓർഡർ 3 എന്ന് വരും, 4 ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 4 എന്ന് വരും, 1 ആണെങ്കിൽ പോൾ ഓഫ് ഓർഡർ 1 എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോൾ പ്രിൻസിപ്പൽ പാർട്ട് തീരെ ഇല്ലെങ്കിൽ നമ്മളതിനെ റിമൂവബിൾ എന്ന് പറയും. അത് ഇൻഫിനിറ്റ് ആണെങ്കിൽ നമ്മളതിന് എസെൻഷ്യൽ സിംഗുലാർ പോയിൻ്റ് എന്ന് പറയും. അത് ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മളതിനെ പോൾ എന്ന് വിളിക്കും. ഇതാണ് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻറ്റിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിച്ച്, ഡിറ്റർമിൻ ആൻഡ് ക്ലാസിഫൈ ദ സിംഗുലാരിറ്റീസ് ഫോർ ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, f of z is equal to sin z by z minus pi the whole square. Second question, z plus I whole square into e raised to 1 by z plus I. No, e raised to 1 by, clear alle a question, e raised to z plus I whole square into e raised to 1 by z plus I. കേട്ടോ, ഇതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലത്തിൻ്റെയും നമ്മളെന്ത് ഡിറ്റർമിൻ ചെയ്യണം? സിംഗുലാരിറ്റീസ്. അതായത് ഇതിന് സിംഗുലാർ പോയിൻ്റ് ഉണ്ടോ, ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഉണ്ടോ, ആ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ഏത് കാറ്റഗറിയാണ്, വെദർ ഇറ്റ് ഈസ് പോൾ, എസെൻഷ്യൽ ഓർ റിമൂവബിൾ. ഇതാണ് നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എഫ് സെഡ് ഇസ് ഈക്വൽ ടു sin z divided by z minus pi the whole square അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ഇത് അനാലിറ്റിക് ആണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, അനാലിറ്റിക് അല്ലാത്ത പോയിന്റ് നമ്മൾ സിംഗുലാർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സൈൻ സെറ്റ് അനാലിറ്റിക് ആണ്, z മൈനസ് പൈ ഹോൾ സ്ക്വയർ ഈസ് ഓൾറെഡി അനാലിറ്റിക്, ബട്ട് z മൈനസ് പൈ ഹോൾ സ്ക്വയർ 0 വരുന്നിടത്ത് ഈ ടോട്ടൽ ഫംഗ്ഷൻ ഈ റാഷണൽ ഫോം എന്താവില്ല, അതായത് എഫ് സെറ്റ് എന്താവില്ല, അനാലിറ്റിക് ആവില്ല അല്ലേ? എഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലാണ് ഈ റാഷണൽ ഫോമാണ്, അതായത് a/b ഫോമാണ്. ഈ a/b ഫോം അനാലിറ്റിക് അല്ലാത്ത എവിടെയാണ്? വേർ ഇറ്റ്സ് ഡിനോമിനേറ്റർ ഈസ് 0. കറക്റ്റ്? ദാറ്റ് ഇംപ്ലൈസ് z മൈനസ് പൈ ഈസ് ഈക്വൽ ടു 0. രണ്ട് ഭാഗത്ത് സ്ക്വയർ റൂട്ട് അപ്ലൈ ചെയ്താൽ മതി. റൈറ്റ് സൈഡ് 0 അല്ലേ? അപ്പോൾ പ്രശ്നമില്ല, 0ൻ്റെ എന്ത് റൂട്ടും 0 തന്നെയാണ്. ദാറ്റ് ഇംപ്ലൈസ് z ഈസ് ഈക്വൽ ടു പൈ. പൈ കോമ പൈ ഈക്വൽ റൂട്ട്സ് വരുന്ന കേസാണ്. അപ്പോൾ z ഈക്വൽ ടു പൈ ആണ് ഇവിടുത്തെ സിംഗുലാർ പോയിൻ്റ്, അതായത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ്. നമുക്ക് അതിനെ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് എന്ന് വിളിക്കാം. നമ്മൾ പറഞ്ഞല്ലോ സിംഗുലാർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി രണ്ട് കൈൻഡാണ് അല്ലേ, രണ്ട് ടൈപ്പാണ്. ഐസൊലേറ്റഡ് ഉണ്ട്, നോൺ ഐസൊലേറ്റഡ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്തത് ആര് മാത്രമാണ്? ഐസൊലേറ്റഡ് ആണ്. എപ്പോഴത് നോൺ ഐസൊലേറ്റഡ് ആവുക? അതിൻ്റെ നൈബർഹുഡിൽ ഇതല്ലാത്ത വേറെ ഏതെങ്കിലും പോയിൻ്റ് വരാമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ എവിടെയും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ സിംഗുലാർ പോയിൻ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് തന്നെയാണ്, നോൺ ഐസൊലേറ്റഡ് നമുക്കിവിടെ വരുന്നില്ല. അപ്പോൾ z ഈക്വൽ ടു പൈ ആണ് ഇവിടുത്തെ എന്ത് സിംഗുലാർ പോയിൻ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിംഗുലാർ പോയിൻ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇത് ഏത് കാറ്റഗറിയാണ് വരുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ വി നീഡ് ടു ഗീവ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. അപ്പോൾ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്. നമുക്കൊരു ഇപ്പോൾ ടൈലറിലും ലോറൻറ്റിലൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളൊരു z ഈക്വൽ ടു z0 എന്നുള്ളൊരു സെൻറ്റർ അവിടെ ഡിക്ലെയർ ചെയ്യാറുണ്ട് അല്ലേ?
അപ്പോൾ ഇവിടെ ആ സെറ്റ് നോട്ടിൻ്റെ സ്ഥാനത്ത് ആരാണ്? പൈ ആണ്. അപ്പോൾ നമുക്കറിയാം സെറ്റ് മൈനസ് സെറ്റ് നോട്ടിൻ്റെ ഫോംസിലാണ് നമ്മൾ എക്സ്പാൻഷൻ വരിക. അപ്പോൾ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെറ്റ് മൈനസ് പൈ. അറിയാലോ നിങ്ങൾക്ക്, ലോറൻറ്റിൽ അതുപോലെ ടൈലറിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു പോയിൻ്റാണത്. അപ്പോൾ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് അഥവാ സെറ്റ് മൈനസ് പൈ എന്ന ഫോമിലാണ് നമുക്കിവിടെ ഈ എക്സ്പാൻഷൻ കൊണ്ടുവരാനുള്ളത്. നമ്മളിവിടെ കൊണ്ടെത്തിക്കുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ അകത്ത് ആൻസറിൻ്റെ അകത്ത് ഫുള്ള് ഈ സെറ്റ് മൈനസ് പൈ അതിൻ്റെ പവേഴ്സ്, അതിൻ്റെ റെസിപ്രോക്കൽ പവേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ രൂപത്തിൽ വേണം നമുക്ക് ഈ സാധനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഓക്കെ, സോ ലെറ്റ് us ടേക്ക് ദ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ടൈലറിലും ലോറൻറ്റിലൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ടേം ഓൾറെഡി നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊന്നും ചെയ്യാറില്ല അല്ലേ, അതിനെ നമ്മളവിടെ റീറ്റെയിൻ ചെയ്യും. അല്ലാത്ത സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? സെറ്റിന് നമ്മൾ സെറ്റ് മൈനസ് പൈ ആക്കും. ഓർമ്മയില്ലേ, നമ്മൾ ടൈലറിലും ലോറൻറ്റിലൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്തിരുന്നൊരു ടെക്നിക്കായിരുന്നു അതല്ലേ. അതിനുള്ള നമ്മൾ എക്സ്പാൻഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഓൾറെഡി സെറ്റ് മൈനസ് പൈ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്നും ചെയ്യേണ്ട, അതിന് പവറായിട്ടോ എങ്ങനെ വന്നോട്ടെ, അതിനെ നമ്മളൊന്നും ചെയ്യേണ്ട, മുകളിൽ വന്നാലും താഴെ വന്നാലൊക്കെ ശരി. അതല്ലാതെ വെറും സെറ്റോ അല്ലെങ്കിൽ അതല്ലാത്ത ഏതെങ്കിലും സെറ്റ് ഫോം ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഓൾട്ടർ ചെയ്തിട്ട് അതിനെ സെറ്റ് മൈനസ് പൈ ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾട്ടർ ചെയ്യാനുള്ളത് എവിടെ മാത്രമാണ്? ഇവിടെ സൈൻ സെറ്റിൽ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലേ. അവിടെ നമുക്ക് സെറ്റിന് എന്താക്കണം? സെറ്റ് മൈനസ് പൈ ആക്കണം. ആക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം സെറ്റിനെ സെറ്റ് മൈനസ് പൈ ആക്കി കഴിഞ്ഞാൽ ഒരു പൈ കുറവാണത് അല്ലേ. അപ്പോൾ പ്ലസ് പൈ, ഇത് പ്ലസ് സെറ്റ് ആവുള്ളൂ, ഡിവൈഡഡ് ബൈ താഴെ നമ്മളൊന്നും ചെയ്യേണ്ട, ബിക്കോസ് സെറ്റ് മൈനസ് പൈ ഈസ് ദർ ആസ് ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ടേം അതേപോലെ ഉണ്ടെങ്കിൽ അതിനൊന്നും ചെയ്യരുത്. അതിന് സ്ക്വയറായിട്ട് വന്നാലും ക്യൂബായിട്ട് വന്നാലും മുകളിൽ വന്നാലും താഴെ വന്നാലൊക്കെ ശരി, അതിനങ്ങനെ തന്നെ വിട്ടേക്കുക. അതല്ലാത്ത സ്ഥലത്ത് മാത്രമേ നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ദാറ്റ് ഈക്വൽ ടു ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നല്ലേ നമുക്കറിയാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇവിടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. ഒന്നുകിൽ സൈനിൻ്റെ ഫോം, അല്ലെങ്കിൽ കോസിൻ്റെ ഫോം, അല്ലെങ്കിൽ ഇറേസ്റ്റുവിൻ്റെ ഫോം, അല്ലെങ്കിൽ 1 മൈനസ് സെറ്റ് 1 പ്ലസ് സെറ്റ്, ഇത് ഏതെങ്കിലുമൊക്കെ ഒരു ഫോർമാറ്റ് അവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് സൈന് കണ്ടതുകൊണ്ട് ഉറപ്പിക്കാം ഇവിടെ സൈൻ സെറ്റിൻ്റെ ഫോർമുലയാണ് കൊടുക്കേണ്ടത്. പക്ഷേ സൈൻ സെറ്റിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് മൈനസ് പൈ പ്ലസ് പൈ എന്നാണ് അല്ലേ. ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. നമുക്കറിയാം നമ്മൾ ഇതിനെ വെച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തപ്പോൾ നേരിട്ട് നമ്മളിതൊന്നും ചെയ്യാതെ നേരിട്ട് എക്സ്പാൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് മൈനസ് പൈ ദ ഹോൾ സെറ്റ് മൈനസ് പൈ പ്ലസ് പൈ ദ ഹോൾ സ്ക്വയർ ബൈ ഹോൾ ക്യൂബ്, സ്ക്വയർ അല്ല, ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ റേസ്റ്റ് 5/5 ഫാക്ടോറിയൽ അങ്ങനെ വരിക. പിന്നെ നമ്മളതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്ത് നോക്കേണ്ടി വരും. സോ ബെറ്റർ നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്ന എക്സ്പാൻഷൻ്റെ അകത്ത് സെറ്റ് മൈനസ് പൈ മാത്രം ഉണ്ടായാൽ മതി, അല്ലാതെ അഡീഷണൽ ആയിട്ട് ഒരാൾ വേണ്ട. അപ്പോൾ അതിന് എന്ത് ചെയ്യുക? ഇത് പൈ ആണല്ലോ, പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് 180 ഡിഗ്രി അല്ലേ. അപ്പോൾ സൈൻ പൈ പ്ലസ് സെറ്റ് മൈനസ് പൈ എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ നമുക്കതിനെ, ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈക്വൽസ് സൈൻ. ഈ 180 വന്നാൽ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ, 180, 90, 270, 360 ഐ മീൻ π/2, 3π/2, 2π. ഇത് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ ക്വാഡ്രൻ്റൽ ആംഗിൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ക്വാഡ്രൻ്റൽ ആംഗിളും ഒരു പർട്ടിക്കുലർ ആംഗിൾ തീറ്റയുമായിട്ട് പ്ലസ് ഓർ മൈനസ് കോമ്പിനേഷൻ വരുമ്പോഴാണ് നമ്മൾ റിലേറ്റഡ് ആംഗിൾ എന്ന് തന്നെ പറയാം. നമ്മളിവിടെ റിഡക്ഷൻ ഫോർമുല ഉപയോഗിക്കാം. റിഡക്ഷൻ ഫോർമുല പറഞ്ഞിട്ടില്ലാരും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ 180ഉം 360 ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെയിം മോഡ് ഉപയോഗിക്കും. ഓർമ്മയില്ലേ? 270ഉം 90 അടക്കം നമ്മൾ ഇൻ്റർചേഞ്ചിങ് മോഡ് അപ്ലൈ ചെയ്യും. ഓക്കെ, വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് 180 ആണ്. 180 ആകുമ്പോൾ നമുക്കറിയാം ഇവിടെ വരിക അല്ലേ, സെയിം മോഡാണ് വരിക. ഇനി അടുത്തത് 180 പ്ലസ് തീറ്റ ഫോമാണിത്. ഇപ്പോൾ 180 പ്ലസ് തീറ്ററിന് ഏത് ക്വാഡ്രൻ്റ് ആവും? തേർഡ് ക്വാഡ്രൻ്റ്. വന്നിട്ടില്ലല്ലോ. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈനിൻ്റെ ചിഹ്നം എന്താണ്? ഇതിൻ്റെ അകത്ത് ടാന് മാത്രം പോസിറ്റീവ് ആവുക, ടാനും കോട്ടും. ഫസ്റ്റിൽ എല്ലാവരും ഇവിടെ സൈൻ, ഇവിടെ ടാനും കോട്ടും, ഇവിടെ കോസും സീക്കും. അപ്പോൾ തേർഡ് ക്വാഡ്രൻറ്റിൽ സൈന് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവാണ്. മാത്രമല്ല 180 എന്ന് പറയുമ്പോൾ അത് സെയിം മോഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സൈനിൻ്റെ ഔട്ട്പുട്ട് സൈനിൽ തന്നെ വരും. അപ്പോൾ സൈൻ ഓഫ് സെറ്റ് മൈനസ് പൈ ഓക്കെ ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് പൈ ദ ഹോൾ സ്ക്വയർ. ഇത് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? മറന്നിട്ടില്ലല്ലോ എല്ലാവരും. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ സൈനിൻ്റെ അകത്ത് സെറ്റ് മൈനസ് പൈ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. നൗ വി ക്യാൻ ഈസിലി എക്സ്പാൻഡ്. സോ മൈനസ് അവിടെ നിന്നോട്ടെ, നമ്മൾ എക്സ്പാൻഡ് ചെയ്യാത്ത ആൾക്കാരെ അങ്ങോട്ട് മാറ്റിയെടുത്ത് നമുക്ക് ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇവിടെയാണ് നമുക്കിനി എക്സ്പാൻഷൻ വരുന്നത്. ഇവിടെ സൈൻ ഓഫ് സെറ്റ് മൈനസ് പൈ. അപ്പോൾ സൈൻ സെറ്റിൻ്റെ ഫോർമുല ഉപയോഗിക്കുക. സെറ്റിൻ്റെ സ്ഥാനത്ത് ആരാ നമ്മൾ കൊടുക്കുക? സെറ്റ് മൈനസ് പൈനെ കൊടുക്കുക. സോ വാട്ട്? സെറ്റ് മൈനസ് പൈ മൈനസ് സെറ്റ് ക്യൂബ് അല്ലേ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെറ്റ് റേസ്റ്റ് 5. സെറ്റിൻ്റെ സ്ഥാനത്ത് സെറ്റ് മൈനസ് പൈ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, 5 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചെയ്യണ്ട. 3-4 ടൈം മാക്സിമം എഴുതിയാൽ മതി. ദാറ്റ് ഈക്വൽസ്
നമുക്കിവിടെ ഒരു കൃത്യമായ ആൻസർ കിട്ടണം. അപ്പോൾ നമ്മുടെ ടൈലർ സീരീസ് ലോറൻസ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ചെന്ന് സ്റ്റോപ്പ് ചെയ്യും ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമുക്കിവിടെ ഒരു കൃത്യമായ ഇത് ക്ലാസ്സിൽ വരുന്ന ആളാണെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പരമാവധി സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക. അതായത് ഈ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഈ ടേം കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക, ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ z-π ഹോൾ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ പറയാമല്ലോ, ഒരു ടേം താഴെ മുകളിൽ വെട്ടിപ്പോകും. അതാണ് ഇപ്പോൾ എല്ലായിടത്തും സംഭവിക്കുക. പിന്നെ ഈ മൈനസ് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ മൈനസ് ബ്രാക്കറ്റ് അടക്കം ഞാൻ പൊളിക്കുകയാണ്. മൈനസ് ഒരു z-π കട്ട് ചെയ്ത് പോയ ബാക്കി ആരുണ്ടാവും 1/z-π അല്ലേ. ദെൻ മൈനസ് ഓഫ് മൈനസ് ഗോസ് ടു പ്ലസ് z-π സ്ക്വയറും z-π സ്ക്വയറും കൂടെ വെട്ടിപ്പോയാൽ z-π ഓൺലി ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ. ദെൻ മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് ദെൻ z-π ഹോൾ സ്ക്വയറും z-π ഹോൾ റേസ്റ്റ് 5 വെട്ടിയാൽ ക്യൂബാവും. 5 2 കുറച്ചാൽ മതി 3 അല്ലേ. അപ്പോൾ z-π ഹോൾ ക്യൂബ് ബൈ 5 ഫാക്ടോറിയൽ. ദെൻ എറ്റ്സെട്ര. അടുത്തത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്സാണ് വരിക എറ്റ്സെട്ര. ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ. ഈ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രിൻസിപ്പൽ പാർട്ട് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഇനി അറിയാലോ, അത് പോകുന്തോറും ക്യൂബ് 4 5 അങ്ങനെ പോവുള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ബൈ ടേം ഇനി വരില്ല. ശരിയല്ലേ. ഇതാണ് അനാലിറ്റിക് പാർട്ട് എന്ന് പറഞ്ഞത്. ഇതിന് നമ്മുടെ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറയാം. അപ്പോൾ ഇത് ഇവിടെ z-π, ഇവിടെ ക്യൂബ്, അടുത്തത് റേസ്റ്റ് 5 അങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഈ പ്രിൻസിപ്പൽ പാർട്ടിനെയാണ്. ഇവിടെ പ്രിൻസിപ്പൽ പാർട്ടിൻ്റെ അകത്ത് ഒരൊറ്റ ടേമേ ഉള്ളൂ, വരാറില്ലല്ലോ. പ്രിൻസിപ്പൽ പാർട്ട് എന്നുള്ളത് മനസ്സിലായല്ലോ. കാരണം z-z0 റെസിപ്രോക്കൽ ഫോമിൽ വരുന്നത് ബൈ z-z0 ഹോൾ സ്ക്വയർ ബൈ z-z0 ഹോൾ ക്യൂബ്, അതാണ് ഈ പ്രിൻസിപ്പൽ പാർട്ട് എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഒരൊറ്റ ടേമേ ഉള്ളൂ. ആ ടേം അവസാനിക്കുന്നത് ഏതിൽ തന്നെയാണ്, ഹോൾ റേസ്റ്റ് 1 നിങ്ങൾ അതിൻ്റെ പവറാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ അല്ലേ. ചിലപ്പോൾ ഇനി ഒറ്റ ടേമേ ഇവിടെ സ്ക്വയർ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ പവർ ശ്രദ്ധിക്കണം. അപ്പോൾ ഓർഡർ 2 നമ്മൾ പറയേണ്ടി വരും. അപ്പോൾ എനിവേ ഈ എക്സ്പാൻഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ്, പ്രിൻസിപ്പൽ പാർട്ടിൽ ടേം ഉണ്ട് അല്ലേ, ഒരു ടേം ഉണ്ട്. അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ടിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേം ഉണ്ട്. മാത്രമല്ല ആ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേമിൽ അവസാനിക്കുന്നത് z-z0, അതായത് z-πൻ്റെ പവർ 1 ആയിട്ടാണ് താഴെ അല്ലേ. അപ്പോൾ നമ്മൾ പറയും സോ z = π ഈസ് എ പോൾ ഓഫ് ഓർഡർ 1, അല്ലെങ്കിൽ നമ്മളിതിനെ സിമ്പിൾ പോൾ എന്ന് വിളിക്കും കേട്ടോ. ഓർഡർ 1 ഉള്ളതിന് നമ്മൾ സിമ്പിൾ പോൾ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു, z+i ഹോൾ സ്ക്വയർ ബൈ z+i ഹോൾ സ്ക്വയർ ഇൻറ്റു 1/e⁻1/z+i അല്ലേ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് fz = z+i ഹോൾ സ്ക്വയർ ഇൻറ്റു e⁻1/z+i. ഇവിടെ പ്രൊഡക്റ്റ് ഫോമാണ് വരുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് ഫോമിൽ z+i ഹോൾ സ്ക്വയർ അനാലിറ്റിക്കാണ്, ഫോം അനാലിറ്റിക്കാണ് നമുക്കറിയാം അല്ലേ. പക്ഷേ നമ്മൾ പഠിച്ച പ്രകാരം രണ്ട് അനാലിറ്റിക് ഫംഗ്ഷൻ്റെ ഇൻറ്റു എപ്പോഴും അനാലിറ്റിക്കാണ്. പക്ഷേ ഈ ഇൻറ്റു എന്ന് പറയുമ്പോൾ ഇയാളെ ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് e⁻z അല്ല. e⁻z+i ഒക്കെ ആണെങ്കിൽ ഓക്കെ, അവിടെ നിങ്ങൾ കണ്ണും ചെമ്മി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു റാഷണൽ ഫോം വരുന്നത്. റാഷണൽ ഫോം എവിടെ വന്നു കഴിഞ്ഞാലും ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പാടില്ലാത്തത്, z+i 0 ആയാൽ അനാലിറ്റിക് ആവില്ല fz. അപ്പോൾ z+i 0 മീൻസ് z = -i. അപ്പോൾ ഇവിടുത്തെ ഐസൊലേറ്റഡ് സിംഗുലർ പോയിൻ്റ് എന്ന് പറഞ്ഞത് ആരാണ്, z = -i ആണ്. ഇനി നമ്മൾ ഇയാളേതാണ് ക്ലാസ് എന്നുള്ളത് അറിയണം അല്ലേ. അതിന് നമ്മൾ പതിവ് പോലെ ലോറൻസ് സീരീസ് എക്സ്പാൻഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ z0ൻ്റെ സ്ഥാനത്തുള്ളത് -i ആണ് അല്ലേ, -i ആണ്. ആയതിനാൽ നമുക്കെപ്പോഴും ലോറൻസ് സീരീസിലും ടൈലർ സീരീസിലൊക്കെ വേണ്ട ഒരാളാണ് z-z0 അല്ലേ. അപ്പോൾ ഈ കേസിൽ ആരാണത്, z -i അഥവാ z+i. അപ്പോൾ z+i എന്ന് പറയുന്ന അല്ലെങ്കിൽ z+iൻ്റെ ടേമിൽ വേണം നമ്മൾ ഇവിടെ എക്സ്പാൻഷൻ കൊണ്ടെത്തിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ അകത്ത് ഓൾറെഡി z+i ഉണ്ടെങ്കിൽ, z+i മുകളിൽ വന്നാലും ശരി താഴെ വന്നാലും ശരി, വിത്തൗട്ട് പവേഴ്സ് വന്നാലും ശരി, അതിനെ നമ്മളൊന്നും ചെയ്യണ്ട. അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ z ആണെങ്കിൽ, അതല്ലാത്ത z ഫോം ആണെങ്കിൽ യു ഹാവ് ടു ഓൾട്ടർ ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ അവിടെ നിങ്ങൾ z-നെ z+i ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അല്ലാതെ കുഴപ്പമില്ല.
അപ്പോൾ ഈ കേസിൽ ഇവിടെ സെറ്റ് പ്ലസ് ഐ ഹോൾ സ്ക്വയർ ആണ് അല്ലേ, വേണ്ട അതിനൊന്നും ചെയ്യണ്ട. പിന്നെ ഈയിൽ വരുന്നതും 1/z+i ആണ്, കണ്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഒരു ഓൾട്ടറേഷൻ കൊടുക്കേണ്ട ജോലിയോടെ വരുന്നില്ല. കാരണം നമുക്ക് വേണ്ട ഫോം ഫോം അവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ, സോ വി ഹാവ് z+i whole square into, this is of the form e raised to z. What is the expansion of e raised to z? E raised to z is